കോഴിക്കോട് മൂഴിക്കലിൽ 16-കാരിയും 20-കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നൊരു വാർത്ത വരുന്നു. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയം. പെൺകുട്ടിയുടെ വീട്ടിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു എന്നാണ് കരുതുന്നത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, രാവിലെ തന്നെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. 16 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്, 20 വയസ്സുണ്ട് ഒപ്പം മരിച്ചയാൾക്ക്. എന്താണ് സംഭവിച്ചത്? ഇവർ തമ്മിൽ പരിചയക്കാരോ ബന്ധുക്കളോ അങ്ങനെ കാണുമാണോ? അരുൺ, അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ഇവർ ബന്ധുക്കളാണ്, അതായത് കസിൻസ് ആണ്. ഞാനിപ്പോഴുള്ളത് ഈ കൊലപാതകം, ഈ മരണം നടന്ന വീട്ടിലാണ്. ഈ വീടിൻ്റെ 2ാം നിലയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെയാണ് ഇവിടെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഒരു 20 വയസ്സുകാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരും ബന്ധുക്കളാണ് എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഏതായാലും നിലവിൽ ഇപ്പോൾ പോലീസ് കടക്കുകയും ചെയ്യുന്നത്. എന്താണ് ഇതിന് ഇടയാക്കിയ കാരണം എന്നതിലൊന്നും നിലവിൽ ഏതായാലും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ ചേട്ടൻ കണ്ടിരുന്നത്? എന്താ ചേട്ടൻ ഇവിടെ കണ്ടിരുന്നത്? എന്താ സംഭവം? ഇവിടെ വരുമ്പോഴത്തേ കൊണ്ടുപോവുകയാണ്. ചേട്ടൻ ഇവിടെ തന്നെയുള്ള വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോകണം. നമ്മളാണ് ഇത് ആദ്യം കാണുന്നത്? അല്ല, നമ്മളല്ല, വേറെ ആളെ കണ്ട്. അവരെ അമ്മൻ്റെ മകൻ വന്ന് അവൻ തന്നെ കൊണ്ടുപോയത്. ബന്ധുക്കളായിരുന്നു. നമ്മൾ പിന്നെ ഇക്കറയിൽ ഡെത്ത് ഉണ്ടായിട്ട് അവിടുന്ന് പിന്നെ അറിഞ്ഞപ്പോൾ പോകണം. മരിച്ചവർ ബന്ധുക്കളാണോ? ഇല്ല, ബന്ധുവില്ല. ഞാൻ ബന്ധുവില്ല. ചേട്ടനല്ല, ഈ മരിച്ച 2 പേരും ബന്ധുക്കളായി? ബന്ധുക്കളായി. ചേട്ടത്തി അനിയത്തി മക്കള്. മക്കള്. ഈ യുവാവ് കൊലപ്പെടുത്തി എന്നുള്ള ഒരു സംശയമാണ്. കൊലപ്പെടുത്തി സംശയിച്ചു. പിന്നെ മഴു സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിലുണ്ട്, ഷാൾട്ടും ഇതൊക്കെയാണ്. യുവാവിനെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു? ഇവിടെ ഇനി താമസം കൂടുതൽ. പിന്നെ ഇവിടുന്ന് പോയതാണ്. ഇവിടുന്ന് പോയി അവരുടെ വീട്ടിലേക്ക് പോയി. അവരുടെ വീട്ടിൽ പോയിട്ട് പിന്നെ ഇവിടെ ഒപ്പം എത്തിപ്പെട്ട് പഠിത്തമൊന്നും ഇവിടെ കണ്ടില്ല. 5-6 മാസം ഇവിടെ പോയിട്ട് ഇവിടെ മർക്കസിൽ പഠിക്കുകയൊക്കെ കഴിഞ്ഞു. ചെക്കെ വലിയ ഇതിലെ പഠിക്കലും ഇവിടെ നിൽക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ പ്രശ്നക്കാരനായിരുന്നു. പ്രശ്നക്കാരൻ അങ്ങനെ ഒരു പ്രശ്നം കണ്ടില്ല. പിന്നെ പോയി ഓരോ സന്ദർഭങ്ങളല്ലേ. ആണ്. എന്താണ് സംഭവിച്ചതെന്നത് അറിയാവോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇരുവരും ഇല്ല, എന്തോ ഒരു വാശികൾ വൈരാഗ്യം ഉണ്ട്. 2 പേരും അങ്ങനെ കേട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റില്ല. അങ്ങനെ അറിയാം. രാവിലെയാണോ ഇത് കാണുന്നത്? രാവിലെ ഒരു നേരം വെളുക്കാൻ നേരത്ത് അറിയുന്നത്. എന്നിട്ട് പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് പിന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ അവനും ധൈര്യമാണ്. ഇവിടെ അപ്പോൾ ഈ കുട്ടിയുടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, ബന്ധുക്കൾ? വല്യമ്മയും ഉമ്മയും ഉമ്മൻ്റെ അമ്മയും മക്കളൊക്കെ ഉണ്ട് ഇവിടെ വീട്ടിലുണ്ട്. അവരൊക്കെ ഉള്ള സമയത്ത് തന്നെ അവർ മുകളിൽ കിടക്കണേ, അവരടിയിലും കിടക്കണ്ടേ. മുകളിലത്തെ നിലയിൽ വെച്ച് സംഭവിച്ചു. ഏതായാലും അരുൺ, അങ്ങനെ തന്നെയാണ്. വീടിൻ്റെ മുകളിലെ നിലയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ തന്നെ വ്യക്തമാക്കുന്നത്. ഈ വീട്ടിലെ ഡ്രൈവറാണ് ഇപ്പോൾ നമ്മളുമായി സംസാരിച്ചത്. അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. ഏതായാലും പോലീസ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ACP ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ സംഭവം അറിഞ്ഞ നാട്ടുകാരും മറ്റു ബന്ധുക്കളും ഒക്കെ ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഒരു കൊലപാതകം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ 16-കാരിയെ കൊലപ്പെടുത്തിയ ശേഷം ഈ യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പോലീസ്. പരിചയമോ അങ്ങനെ ഉണ്ടോ ഇവർ രണ്ടുപേരും തമ്മിൽ? അരുൺ, പരിചയക്കാരെന്നതിലുപരി ഇവർ ബന്ധുക്കളാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. അതായത് സഹോദരങ്ങളുടെ മക്കളാണ് 2 പേരും. ഇവർ 2 പേരും ചേട്ടനും അനിയത്തിയുമാണ്. അതായത് സഹോദരങ്ങളുടെ മക്കളാണ്. അപ്പോൾ അവർ തമ്മിലുണ്ടായ ഇരുവരും തമ്മിലുണ്ടായ എന്തോ ഒരു പ്രശ്നം അത് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. ഇനിയിപ്പോൾ അതിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. മെഡിക്കൽ കോളേജ് ACP ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരികയും അന്വേഷണവുമായി അഭിജിത്ത്, പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഇന്നലെ ഈ 20 വയസ്സുള്ള ഇവരുടെ ബന്ധു ഈ വീട്ടിൽ തന്നെയായിരുന്നോ താമസിച്ചിരുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് അരുൺ. ഈ വീട്ടിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അവർ വീട്ടിലില്ലായിരുന്നു. പിന്നീട് ഈ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതാണ്. ശേഷം ഈ വീട്ടിൽ തന്നെയാണ് ഈ ബന്ധുവും താമസിച്ചിരുന്നത്. അതായത് ഈ 20 വയസ്സുള്ള യുവാവും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയും ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചത്. ഈ പെൺകുട്ടിയുടെ വീടാണിത്. പെൺകുട്ടിയുടെ ഉമ്മയും മറ്റു ബന്ധുക്കളും ഒക്കെ ഈ വീട്ടിലുണ്ട്. പിതാവ് ഗൾഫിൽ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയും യുവാവും ഒക്കെ ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ കൊലപാതകം നടന്നു എന്നുള്ളൊരു സംശയം പോലീസിനുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഏതായാലും മെഡിക്കൽ കോളേജ് പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. സാർ, എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്താൻ? പോസ്റ്റ്മോർട്ടം ഒരു കൊലപാതകം എന്ന നിലയിൽ തന്നെയാണ്? ഇല്ല, നമ്മൾ
സ്വാഭാവികമായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം അന്വേഷണത്തിൽ കഴിയും. ഇവർ ബന്ധുക്കൾ തന്നെ. ബന്ധുക്കളാണ്. അരുൺ, ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നില്ല. കാരണം കേസ് അന്വേഷണത്തിൻ്റെ ഒരു നിലയിലാണുള്ളത്, ആ ഒരു ഘട്ടത്തിലാണുള്ളത്. ഏതായാലും മൃതദേഹം, രണ്ടുപേരുടെയും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റന്വേഷണവുമായി അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. മറ്റന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് അരുൺ. കേവലം പഠിക്കുന്നത് +1 മറ്റോ പഠിക്കുന്ന കുട്ടിയാണോ? +1 +2 ആ പഠനകാലമാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും അരുൺ, 16 വയസ്സ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിവിടെ ബന്ധുക്കൾ കൂടുതൽ പേരിലേക്ക് നമുക്ക് സംസാരിക്കാനായി കഴിഞ്ഞിട്ടില്ല. അവർ ആ ഞെട്ടലിലും വേദനയിലും ഒക്കെ തന്നെയാണുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തേണ്ടിയിരിക്കുന്നു. നിലവിൽ ഏതായാലും 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്നെയായിരിക്കും. ഈ യുവാവിനെക്കുറിച്ചും ചില വിവരങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. കുറച്ചു കാലം ഇവർ ഈ വീട്ടിൽ നിന്ന് ഇയാൾ മാറി നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് വരികയും ഈ വീട്ടിൽ തന്നെ ഇവർ ഒന്നിച്ച് താമസിക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഇവർ മറ്റ് വീട്ടുകാരൊക്കെ താഴെ നിലയിലുള്ള സമയത്ത് മുകളിൽ വെച്ച് ഈ സംഭവം, കൊലപാതകം നടന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. വീട്ടിലെ ഡ്രൈവറാണ് അരുൺ അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹവും പറയുന്നത് അങ്ങനെയാണ്. ഈ സംഭവം നടന്നത് ഏതാണ്ട് ഇന്നലെ രാത്രിയാണ്. രാവിലെയാണ് ഇവർ വിവരമറിയുന്നത്. ഈ കുട്ടിയുടെ തന്നെ മറ്റൊരു സഹോദരൻ ഈ സംഭവം കാണുകയും തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ വീടിൻ്റെ മുകൾ നിലയാണ്. ആ മുകൾ നിലയിൽ വെച്ച് സംഭവം ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായി എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത നമുക്ക് വരേണ്ടിയിരിക്കുന്നു. അത് പോലീസ് തന്നെ അതിലൊരു വിശദീകരണം നൽകും എന്നും നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഒരു കൊലപാതകം കസിൻ ബ്രദേഴ്സാണ്, ബ്രദറും സിസ്റ്ററുമാണ്, സഹോദരങ്ങളാണ് എന്നുള്ളതാണ്. ഇതിൽ എന്താണ് സംഭവിച്ചതെന്നില്ല. അനിയത്തിയും ചേട്ടനുമാണ്. 16 വയസ്സും 20 വയസ്സുമേ ഉള്ളൂ. അവർ തമ്മിലുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ തർക്കമോ എങ്ങാനും ആയിരിക്കാം അങ്ങനെയൊരു സംഭവത്തിലേക്ക് കലാശിച്ചത്. അങ്ങനെ നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്തയായിപ്പോയി. സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട നിലയിലുള്ള കുടുംബമാണ്. ആ വീട് കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില പിണക്കങ്ങളൊക്കെ, വലിയ കാര്യമായ വഴക്കൊന്നും ഉണ്ടാവില്ല, ചില കാര്യങ്ങളാണ്. പക്ഷേ ഈ പിള്ളേർക്ക് മനസ്സ് മുറിവേൽക്കാൻ അതൊക്കെ മതി. അതൊക്കെ ശ്രദ്ധിച്ചു പോവുക എന്നാണ്. എന്താ പറയുക, ബന്ധുക്കളല്ലേ.